ഞാൻ എൻ്റെ ജേർണലിസം ജീവിതത്തിലെ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള രവി മേനോൻ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ രവി മേനോൻ 2 സാധനങ്ങളിൽ വളരെ പ്രാപ്തനായിരുന്നു. ഒന്ന് മ്യൂസിക്കും ഒരേ അവസരത്തിൽ സ്പോർട്സും ചെയ്യും. അതായത് ഞാൻ ആദ്യം കാണുന്ന ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന രവി മേനോനാണ്. അതേ ദിവസത്തിൽ മൂപ്പര് മഴയെക്കുറിച്ച് എഴുതിയ സാധനം പെൻഗ്വിൻ ബുക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. മഴയെക്കുറിച്ച് എഴുതും. കേരളത്തിന്റെ അതായത് എല്ലാ തരത്തിലും സംഗതികൾ ചെയ്യുന്ന ഒരു ശരിയൊരു ശൈലിയുണ്ട്, ശൈലി. വളരെ മനോഹരമായ ശൈലിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ കഴിയുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, അതിനേക്കാളും വലിയ രസമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടൊരു സംഗതി എന്ന് വെച്ചാൽ, ഇദ്ദേഹം ചെന്നൈയിൽ നമ്മളൊരു സുഹൃത്തുക്കളൊക്കെ കൂടി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് മൂപ്പര് ഗോൾ കീപ്പർ ആവുക. ഗോൾ കീപ്പർ ആകുമ്പോൾ മൂപ്പർ ഗോൾ കീപ്പർ എന്നുള്ള പേരല്ല ഉപയോഗിക്കുന്നത്. മൂപ്പര് പറഞ്ഞു, ഇന്നത്തെ സേതു മാധവൻ ഞാനാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് തമാശകളൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോ സാറിന് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ചിലപ്പം പുതിയ തലമുറ ഈ വാർ ജനറേഷൻ ഉണ്ടല്ലോ, VAR ജനറേഷന് അറിയാത്ത ഒരു വലിയ ഹിസ്റ്ററിയുടെ ഫുട്ബോളിന്റെ അത് കളിച്ചിട്ടും അതിനുവേണ്ടി ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സേതു മാധവൻ. അതായത് നമുക്കിപ്പം ഒളിമ്പ്യൻ റഹ്മാനെ പറ്റി പറയുന്നു, പക്ഷെ ഒളിമ്പ്യൻ റഹ്മാന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇപ്പോഴും ഒളിമ്പ്യൻ റഹ്മാനെ പറ്റി ഓർമ്മിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പറയാനും തയ്യാറാവുന്ന ഒരാളാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളിപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട്, അതായത് ഇപ്പം ജയൻ വന്നിറങ്ങുന്നതിനേക്കാളും കൂടുതൽ, ജയൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ, അതിനേക്കാളും കൂടുതൽ ഒരു ഫുട്ബോളർക്ക് റെസ്പെക്ട് കിട്ടിയ ഒരു നഗരമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതിൽ എന്താണ് സേതു മാധവനായിട്ട്? തീർച്ചയായും അന്ന് ഈ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഭ്രാന്തന്മാരെ നഗരം എന്നാ പറയാം. കാരണം അറിയപ്പെടുന്നത് കൽക്കട്ട കഴിഞ്ഞ അടുത്ത ഏറ്റവും അധികം കാണികൾ വരുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു നാഗ്ജി ടൂർണമെന്റ്. അതെ. ഇവിടെ നമ്മൾ വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒന്ന് ഈ ഫുട്ബോൾ ടൂർണമെന്റ്, പിന്നെ എക്സിബിഷൻ. ഈ 2 എണ്ണം. അപ്പൊ ആൾക്കാര് ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കൂട്ടരും അല്ലാത്ത കൂട്ടർക്കും ഇതിനകത്തേക്ക് അട്രാക്ട് ആവുക. കളി കാണണം എന്നുള്ള, കളി കണ്ടിട്ടില്ലെങ്കിൽ എന്തോ മോശമുള്ള മാതിരി ഒരു ഫീലിംഗ് വരിക. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർക്കോ കാണാൻ പറ്റാത്ത കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം അവിടുത്തെ ഓണർ വന്നിട്ട് കുറച്ച് പാസ് മേടിച്ചു വയ്ക്കും. എന്നിട്ട് റൊട്ടേഷൻ മാരി അവര് പണിയെടുക്കുന്ന കൂട്ടർ കുറച്ച് മറ്റേ ദിവസം വേറൊരാൾ കൂട്ടർ പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു ഇവിടെ. പക്ഷെ അതിനകത്ത് ഞാൻ വേറെ പറഞ്ഞതില് നമ്മുടെ കോഴിക്കോട്ടിന്റെ കൾച്ചറിന് തന്നെ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ നോട്ടത്തില്. കാരണം വെച്ചാൽ അന്ന് മുള ഗാലറിയാണ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, മുള ഗാലറിയിൽ 5, 10, 15 സ്റ്റെപ്പുകളുണ്ടാവും. ആ സ്റ്റെപ്പിലൊക്കെ ജാതിപതമേനെ എല്ലാവരും വന്ന് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കൂട്ടർ അടുത്തടുത്തിരിക്കുക. ഇപ്പന്മാര് ഇത് പാൻറ്റും ഒന്നല്ല, മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം അവിടെ വന്നിട്ട് ചില ഗ്യാപ്പൊക്കെ ഉണ്ടാവുമ്പോൾ താഴേന്ന് ആൾക്കാരെ ആ ഗ്യാപ്പ് കൂടെ ആൾക്കാർ വിളിച്ചു കയറ്റുക. ആ ഒരു സ്നേഹം വന്ന് ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്നതോട് കൂടെ തന്നെ ആൾക്കാരുടെ ഇതൊരു കാലിക്കറ്റ് വന്ന് കളിക്കുക എന്നുള്ളത് സംബന്ധിച്ച ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം വളരെ ഒരു സന്തോഷം തരുന്ന കാര്യം. ഈവൻ കൽക്കട്ടയിലുള്ള കളിക്കാർക്ക് കൂടെ. കാരണം അത്രത്തോളം ജനങ്ങൾ വന്ന് അറിയുന്ന ഒരു ഇതായിരുന്നു. അല്ലെ സാർ, ഇപ്പം പറഞ്ഞതിനകത്ത് ഒരു പ്രധാന പോയിന്റ് എന്താ വെച്ചാൽ ജാതി മത ഭേദമന്യേ. ഈവൻ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിലൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ത്രീകൾ കളി കാണാൻ വന്ന അതും സംഭവമായിരുന്നത്. അങ്ങനത്തെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരിക്ക് ഈ ഒരു കൾച്ചർ എൻ്റെ ഫീൽ ചെയ്യാണ്ട്. കാരണം ഞങ്ങൾ പറയും എല്ലാവരും ആര് പുറമെ പോയാലും കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ നാഗജി ഫുട്ബോൾ ടൂർണമെന്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയം എൻ്റെ മനസ്സിൽ കേട്ടോ. അതൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ സാറിന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആ തലമുറയ്ക്ക് തന്നിട്ടുണ്ടാവില്ലേ? കാരണം ഇത് വലിയ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒക്കെ ഒന്ന് കളിക്കുന്ന ഒരു ഇതല്ലേ? ഇല്ല, അന്ന് അങ്ങനെ ഒരു എക്സിബിഷൻ മാച്ച് ഒക്കെ വരുന്ന ഇതേ ഉണ്ടാവുന്നില്ല. അല്ലാണ്ട് നമ്മൾക്ക് ഇന്റർനാഷണൽ മാച്ചസ് വന്നതൊന്നെന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു വിമൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏഷ്യൻ കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്ലഡ് ലൈറ്റിൽ വെച്ച് നടന്നു. അന്ന് ഓസ്ട്രേലിയ അവിടെ ഇവിടെ നിന്നൊക്കെ ലേഡീസിന്റെ കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേത് പിന്നെ എക്സിബിഷൻ മാച്ചസാണ്. പിന്നെ ഈ നെഹ്റു കപ്പൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഫോറിൻ ടീംസൊക്കെ ഇവിടെ വരുന്നത്, കളിക്കാൻ വേണ്ടി വരുന്നത്. അന്നത്തെ കാലത്ത് ഇവിടുത്തെ കളികളുടെ ആരാധന മക്കൻ സിംഗ്, ഇന്ദർ സിംഗ്, വീർ ബഹദൂർ, അങ്ങനത്തെ കുപ്പുസ്വാമി, കാമാച്ചി, അങ്ങനെ ഒരുപാട് കളിക്കാരെ ആദരിക്കുന്ന കൂട്ടരാ. മക്കൻ സിംഗിനൊക്കെ വന്ന് റോട്ടിലിറങ്ങാൻ നടക്കാൻ പറ്റും. അങ്ങനെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. അവർക്ക് അത്ര സന്തോഷം അവരെ കാണുന്നുള്ളതൊക്കെ. അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ ഒരു ആരാധനകളെത്തും. അവിടുന്ന് ഞാനൊക്കെ കളി തുടങ്ങുമ്പം എൻ്റെ മനസ്സിൽ
ഓരോരുത്തരും ഇവരെ മാതിരി ആ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ സ്വപ്നത്തിലും കൂടി വിചാരിച്ചില്ല ഞാനൊക്കെ അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി കളിക്കും അല്ലെ സ്റ്റേറ്റിന് വേണ്ടി കളിക്കും എന്നുള്ള അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ഒരാൾക്ക് ഫുട്ബോളർ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത് സ്കൗട്ട് ചെയ്യുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്ന രീതിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇപ്പം ഒരു തിയററ്റിക്കലായിട്ട് ഫുട്ബോൾ എന്താണെന്ന് അറിയാന്നല്ലാതെ എന്തെങ്കിലും സാധ്യത കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ഒന്നും കാണാനുള്ള അവസരമേ ഇല്ല. ഞാനൊക്കെ വന്ന് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നേരത്തെ രവി ഞാനും പറഞ്ഞ മാതിരി ഞാൻ ഗോൾ പോസ്റ്റിൽ നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ കൺമുന്നിൽ കാണുന്ന തങ്കരാജ്, നാരായണൻ അങ്ങനത്തെ കൂട്ടരാണ്. കാരണം 1960-61 സന്തോഷ് ട്രോഫി ഇവിടെ നടക്കുമ്പോൾ ഒരു ബോൾ പിക്കർ എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങി ഇവിടെ. സൈഡിൽ നിന്ന് ബോൾ എടുത്ത് കൊടുക്കുന്നത്. അപ്പം അന്നൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കും. ഞാനൊക്കെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടീമുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പിന്നെ വീട്ടിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കലൊക്കെ ആയിരുന്നു. ഈ ബ്രഹ്മാനന്ദൊക്കെ സാറിന്റെ ജൂനിയർ. അപ്പൊ ഈ കളി നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പോയി പോസ്റ്റിൽ നിൽക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല പൊതുവെ. എന്താ അന്നത്തെ കാലത്ത് മണ്ടന്മാരെ പിടിച്ചിട്ടാണ് ഗോൾ പോസ്റ്റിൽ നിർത്തുക. കളിക്കുന്ന കാരണം ഓടി കളിക്കല്ലേ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ ഓടി കളിക്കുന്നത്. ഗോൾ കീപ്പർ നിൽക്കാൻ ആർക്കും വലിയ താല്പര്യം കാണില്ല. അപ്പൊ പിടിച്ച് നിർത്തുക നിർബന്ധിച്ചിട്ട്. അപ്പൊ എന്താക്കുന്നത് ടേൺ ബൈ ടേൺ ഓടി കളിക്കാനുള്ള സാധ്യത മറ്റൊരു ഗോൾ കീപ്പർ പോകും. അങ്ങനെ ആ സമയത്ത് ബോൾ പോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ തങ്കരാജ്, നാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനെ നിൽക്കുക. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോൾ പീക്കറിന്റെ പ്രോഗ്രാം വരുന്നത്. മറ്റേ കേരളത്തിലായിരുന്നു കോഴിക്കോട് വെച്ചിട്ട് സന്തോഷ് ട്രോഫി ഇറങ്ങാൻ പോന്നു. അതിൽ ബോൾ പിക്കേഴ്സ് എന്നുള്ള ഒരു ഇത് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ സെലക്ഷന് പോകാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഒരു ചുരുങ്ങിയത് 100-200 കുട്ടികളുണ്ടായിരുന്നു. ചിത്തരഞ്ജൻ അല്ല ചിദാനന്ദൻ ഒരു വാസുകേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫർവന്മാരും കണ്ണൂർ അവരുണ്ട്. 2 പേരെ സെലക്ഷൻ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ 200 കുട്ടികളെ ഈ സ്റ്റേഡിയത്തിലെ 2 ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരു ഭാഗത്ത് 25 മറ്റേ ഭാഗത്ത് 25 വെച്ച് കളിപ്പിച്ചു. അപ്പൊ ഞാൻ പോയി ബോൾ ഡിഫൻഡറായിട്ട് ഞാൻ നിൽക്കുക. ബോൾ തൊട്ടിട്ടില്ല. അപ്പൊ അന്ന് ഗോൾ കീപ്പർ നിൽക്കാൻ ആർക്കും ഒരുത്തൻ മാത്രം, ഒരു കുട്ടി മാത്രം ഞാൻ ഗോൾ കീപ്പർ നിൽക്കുന്ന അവന്റെ ജേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു, ഗോൾ കീപ്പർ ജേഴ്സി. അവൻ പോയി പോസ്റ്റിൽ നിന്നു. ആരും നിൽക്കാനില്ല. ഞാൻ ബോൾ തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത ടീം ഇടുന്ന സമയത്ത് ഗോൾ കീപ്പർ അപ്പൊ ഞാൻ നോളാന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു നിമിത്തം എന്ന് പറയുന്നതാണ്, വേറൊന്നല്ല. അതോടുകൂടി ഞാൻ അവരന്ന് 22 പേരെടുത്തു, 11-18 കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനകത്ത് ഒരു ഗോൾ കീപ്പറായി ഞാൻ കയറുക. മനസ്സിലായി? അത് 60-61 വർഷത്തില്. അപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ മാതിരി ഞങ്ങള് കളി തുടങ്ങുന്നതിൻ്റെ അന്ന് 4-4:30 തുടങ്ങും കളി. അതിന് മുന്നേ ഞങ്ങൾ ഗ്രൗണ്ടിലിറങ്ങി 2 ടീമായിട്ട് നിന്ന് 2 പേര് കുട്ടുക 2 ജേഴ്സിയൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈഡിൽ പോയിരിക്കും. അപ്പോൾ ഗോൾ കീപ്പർ ആയതുകൊണ്ട് ഞാൻ ഗോൾ പോസ്റ്റിന്റെ പിന്നിലായിരിക്കുക. അപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഞാൻ കാണുന്ന ഒരു ഗോൾ കീപ്പറായിട്ട് തങ്കരാജ്, നാരായണൻ, മുസ്തഫ അങ്ങനത്തെ വലിയ വലിയ പ്രസിദ്ധരായ ഗോൾ കീപ്പേഴ്സ്. അപ്പൊ അവരെങ്ങനെ കണ്ട് ആസ്വദിക്കുക. പിന്നെ കുറെ ചെറിയ ചെറിയ ഓർമ്മകളുണ്ടാവും. അന്ന് ബാഗനും ബംഗാളും കേരളവും കൂടി മുഹമ്മദ് ഇല്ല, അത് സന്തോഷ് ട്രോഫി അല്ലേ. അപ്പൊ ബംഗാളും കേരളവും തമ്മിലുള്ള കളിയൊക്കെ ഭയങ്കര ഉഗ്രം കളിയായിരുന്നു. അന്ന് രാജഗോപാൽ എന്ന ഡോക്ടർ ജീവിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു അന്നത്തെ കേരള ടീമിലുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഡോക്ടർ രാജഗോപാലാണ്. ആ രാജഗോപാൽ സാറ് പാലക്കാടുള്ള ലെഫ്റ്റ് വിങ് ബാക്ക്. അപ്പം ഗോൾ കീപ്പർ മുസ്തഫ ഇപ്പം അഡ്വാൻസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഗോൾ പോസ്റ്റിലായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ബോൾ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബംഗാളായിട്ട് ഡ്രോ ആയത് വളരെ സംഭവമായിരുന്നു. അങ്ങനെ 3rd പൊസിഷൻ കിട്ടിയത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ കാണുന്ന നാഗജിയ. സാർ, ഈ 61 എന്ന് പറയുന്ന സമയത്ത് വേറൊരു വലിയ സ്വാധീനം ഇന്ത്യയിലുണ്ട്. കാരണം നമ്മൾ ഇന്ന് അറിയാത്തതും ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഒളിമ്പിക്സിൽ കളിക്കുന്നു. നെവിൽ ഡിസൂസയുടെ ഹാട്രിക്ക് ആസ്ട്രേലിയ തോൽപ്പിക്കുന്നു. അതിനകത്താണ് ഒളിമ്പ്യൻ റഹ്മാൻ കളിക്കുന്നത്. ഇതെന്തെങ്കിലും തരത്തിൽ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. അത് എന്തെങ്കിലും രീതിയിൽ വായിച്ചറിവോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ കളിയെ കുറിച്ച് എങ്ങനെയാണ് സാർ? കളിയെ പറ്റി ഞങ്ങൾക്കൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഈ പേപ്പറിനകത്തൊക്കെ വളരെ ചുരുക്കം, കളി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ന്യൂസ് വരുന്നുള്ളൂ. അന്ന് ഈ റോയിറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടുകാരിൽ കിട്ടുന്ന ന്യൂസ് വെച്ചിട്ടാണ് ഈ നടക്കുന്ന മത്സരങ്ങൾ. പിന്നീട് കുറെ ആകുമ്പോൾ ആർട്ടിക്കിളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. ഈ ഒളിമ്പ്യൻ റഹ്മാന്റെ വാല്യൂ അതിന് കളിച്ചിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടുകാർ അത്ര അറിഞ്ഞിരിക്കുന്ന കാര്യം
എനിക്ക് സംശയം. കാരണം യങ്ങർ ജനറേഷൻ, അതെ അതെ ആ പുള്ളിക്കാരൻ്റെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട കൂട്ടരും അയാൾ കൂടെ നിൽക്കുന്ന ജനറേഷനും അറിയുന്നല്ലാണ്ട് കൂടുതലായിട്ട് ഈ ചെറുപ്പക്കാരത്തിലേക്ക് പയ്യൻ വിജയൻ അല്ലെങ്കിൽ മറ്റങ്ങനത്തെ കളിക്കാരെ പോലെ എക്സ്പോഷറോ അല്ലെങ്കിൽ അവർക്കൊരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഇന്ത്യൻ ടീം, അതായത് ഓസ്ട്രേലിയൻ തോൽപ്പിക്കുന്നു, അതായത് ഏതാണ്ട് സെമി വരെ എത്തുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ അന്ന് സാറ് ഈ ഫുട്ബോൾ കാണുന്ന സമയത്ത് അത് മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും സംസാരം കാണാനും നമുക്ക് അന്ന് നമ്മൾ ഈ TV ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ കളി ക്ലിപ്പിംഗ്സ് കാണാം, അത്രയും മാത്രമേ ഉള്ളൂ. അതും വളരെ റെയറായിട്ട് ചിലപ്പം ഫിലിംസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ന്യൂസ് റീലിന്റെ കൂടെ ചെറിയൊരു ഇന്ത്യ ജയിച്ചു അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നല്ലാണ്ട് ഇതിന്റെ വേറെ ഒരു ന്യൂസ് നമുക്ക് പുറമെ അറിയാൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബംഗാളിലോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ന്യൂസ് കിട്ടുണ്ടാവും അറിയാം. പക്ഷെ കോഴിക്കോടുകാരെ സംബന്ധിച്ചുള്ള മാതൃഭൂമിയിൽ വന്ന് അങ്ങനെ ഒരാളുണ്ട്, ഒളിമ്പ്യൻ റഹ്മാൻ ഉണ്ട് എന്നുള്ള അറിയാവുന്നതല്ലാണ്ട് ഞാനൊക്കെ നേരിട്ട് കാണുന്നത് പിന്നെ കേരള അടുത്ത് പരിചയപ്പെടുന്നതും കേരള സ്റ്റേറ്റ് ടീമിന്റെ ജൂനിയേഴ്സ് ടീമിന്റെ കോച്ചായിരുന്നു. അന്ന് ഞാൻ ടീമിലുണ്ടായിരുന്നു. അല്ല, അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ നെവിൽ ഡിസൂസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നെവിൽ ഡിസൂസിന്റെ കളി ഞാൻ കുറെ പ്രായന്റെ ശേഷം ഞാൻ ബോംബെയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളു, അല്ലാണ്ട് നേരിട്ട് കാണാം. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി എല്ലാവരും പറയുമായിരുന്നു അപാരമായിട്ടുള്ള എന്താണ് മേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്നൊക്കെ പറയും. അങ്ങനത്തെ അതേമാതിരി ഒരുപാട് കളിക്കാരുണ്ട്. ചുനി ഗോസ്വാമി, PK ബാനർജി, അങ്ങനത്തെ മേവലാല്, അങ്ങനത്തെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. ഇതില് പിന്നെ ഒളിമ്പ്യൻ റഹ്മാനായിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. സാറിനെ മെന്റർ ചെയ്തതിലും തിരിച്ച് സാർ അങ്ങോട്ട് പറയുന്നതിലും ഒളിമ്പ്യൻ റഹ്മാൻ എന്നുള്ള വലിയൊരു പ്രതിഭാസത്തെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെയാണ് ആദ്യത്തെ നിങ്ങൾ തമ്മിൽ? അത് ഈ പറയുന്ന മാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യ ഡിസ്ട്രിക്ട് കളിച്ചു, അതിൻ്റെ അകത്ത് സെലക്ട് ആയി കേരള സ്റ്റേറ്റ് ടീമിന് അന്ന് റഹ്മാൻക്കായിരുന്നു കോച്ച്. ആ റഹ്മാൻഖാന്റെ കീഴിൽ ഒരു 10-20 ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ച്, ഇവിടെ കോഴിക്കോട് തന്നെയായിരുന്നു ക്യാമ്പ്. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു നാഷണൽസ് നടന്നത്. അപ്പൊ അന്ന് മുതലുള്ള പരിചയം. റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. കാരണം നമ്മള് മറ്റേ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഫുട്ബോളിനെ മാറ്റി സംസാരിക്കുള്ളൂ. അതുമല്ല ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര കർശനമായ ഡിസിപ്ലിനാണ്, നല്ല ട്രെയിനിങ്ങാണ്. പക്ഷെ അവരെ കാലത്ത് അങ്ങനത്തെ ട്രെയിനിങ് ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടായിരുന്നു. കാരണം വേറെ നമ്മൾക്ക് ഈ വേറെ മാതിരിയുള്ള ഒരു ട്രെയിനിങ് മെത്തേഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അതിൻ്റെ അപ്രോച്ചിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. ഇവർക്ക് ആരാണ് അവരെ ഗുരുനാഥന്മാർ അവർ പറഞ്ഞു കൊടുത്തത് മാത്രം. അപ്പം റഹീം എന്ന് പറഞ്ഞ അന്നത്തെ കോച്ചിന്റെ കാലത്തുള്ള അതേ മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്റ്റാമിന ഉണ്ടാക്കുക. ആ സ്റ്റാമിന ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഹാർഡ് ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ അപ്പം റഹ്മാൻഖാൻ അന്ന് മുതൽ എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പിന്നെ 71 പിന്നെ കാണുന്നത്. ഞാൻ ഇത് പറയുന്നത് 64-65 സമയത്താണ് ഈ റഹ്മാൻ ഖാൻ കാണുന്നത്. പിന്നെ ഞാൻ റഹ്മാൻ ഖാൻ നേരിട്ട് ബന്ധപ്പെടുന്നത് 72 ഞാൻ പ്രീമിയർ ടൈൽസ് ജോയിൻ ചെയ്ത സമയത്ത് റഹ്മാൻ ഖാന്റെ ഒരു അപ്രോച്ച് കൊണ്ടാണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. എനിക്ക് സെൻട്രൽ ബാങ്കിലും ICF-ലും എല്ലാം അപ്പോയിൻമെന്റ് കിട്ടിയതായിരുന്നു. പക്ഷേ റഹ്മാൻ ഖാന്റെ ഒരു ഇത്, പക്ഷെ അത് തന്നെ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് ഇന്ത്യ കളിക്കാനും കേരള സ്റ്റേറ്റിനൊക്കെ വേണ്ടി കളിക്കാനുള്ള ഒരു വഴി തുറന്നിട്ടു എന്നുള്ള. ഈ പ്രീമിയർ ടൈൽസിനെ പറ്റി പറയുമ്പോൾ അതും എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്ന ഒരു സംഗതിയല്ല. ഞാൻ പഠിച്ചിട്ട് ചോദിക്കുകയാണ്. പ്രീമിയർ ടയർസ് എന്ന് പറഞ്ഞാൽ കേരള പോലീസൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്കൊക്കെ അറിയാം, കേരള പോലീസ് ഒരുപാട് കാലം വലിയ ആധിപത്യം പുലർത്തിയ ഒരു ടീമാണ്. പക്ഷെ അതിനു മുമ്പ് പ്രീമിയർ ടയർസ് ആണ്. അപ്പൊ ഈ പ്രീമിയർ ടയർസിന്റെ ഒരു പ്രതാപകാലത്തെ ഗോൾ കീപ്പറാണ് സേതുമാധവൻ, വിക്ടർ മഞ്ചലി. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും, അതായത് നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ ഹിസ്റ്ററി, ഫുട്ബോളിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാർ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഈ സാധാരണഗതിയിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോളിലൊക്കെ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടിരിക്കുകയും ഒരാൾ കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ ഈഗോ ക്ലാഷ് ഒക്കെ. അതിനൊരു വ്യത്യാസമുണ്ട്. കാരണം അന്ന് ഞങ്ങൾക്ക് ഈ ശരിക്കും ഗോൾ കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ഇതാണ്. അതെ, മനസ്സിലായോ? പൊതുവേ നമ്മളെ ഇവിടുത്തെ അന്നത്തെ കാലത്തെ കോച്ചസുകൾക്ക് ഈ ഗോൾ കീപ്പറിന് ട്രെയിനിങ് അറിയില്ല. പക്ഷേ ഗോൾ കീപ്പർ ട്രെയിനിങ് എന്ന് പറയുന്നത് അവരെ കാര്യമായിട്ട് ഗോൾ പോസ്റ്റിൽ നിർത്തുക, എല്ലാ പ്ലെയറെ കൊണ്ട് അടിക്കുക, ഡൈവ് ചെയ്യിപ്പിക്കുക. അത് മാത്രമല്ലാണ്ട് വേറെ ടെക്നിക്കലായിട്ട് വേറെ നമ്മളെ ഈ കളിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ അങ്ങനത്തെ കാര്യം വളരെ ദുർലഭമായിരുന്നു അന്നത്തെ കാലത്ത്. അത് ഇതിപ്പം ഗോൾ കീപ്പർ മുസ്തഫ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഒന്നും ചിലപ്പം വിശ്വസിക്കില്ല. ബോൾ അയാൾ ജമ്പ് ചെയ്ത് അങ്ങനെ പുഷ്പം
പൂവൊക്കെ പറിക്കുന്ന മാതിരി പറിക്കുന്നുണ്ട്. അതല്ലേ തങ്കരാജ്, അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനത്തെ കളിക്കാരെ കാണുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അതുമാതിരി നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കും. ഇപ്പം തങ്കരാജ് വന്നിട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പെനാൽറ്റി മറ്റേ സെൻട്രൽ ലൈൻ ക്രോസ് ചെയ്യും. അത്ര മാതിരി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഗോൾ പോസ്റ്റിൽ പോകും. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ഇതുണ്ടല്ലോ, നല്ലൊരു ഗോൾ കീപ്പർ ആവാനുള്ള ആശയിൽ ഇതെല്ലാം ഞങ്ങൾ പഠിക്കുക. അപ്പൊ ഈ ഞാനും വിക്ടറും കളിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിങ് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഷെയർ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തർ അവൻ എന്തെങ്കിലും ടിപ്സ് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്ക്, അതായത് ഒരാൾ ഞാനായിരിക്കണം ഇന്നാളത്തെ, പ്രത്യേകിച്ചും പ്രീമിയർ ടൈസ് എന്നൊക്കെയാണല്ലോ ഇന്ത്യൻ ടീമിലേക്കൊക്കെ പോവാ, ഈഗോ ക്ലാഷ് അല്ല. രണ്ടുപേരും വളർന്നു വരുന്ന കളിക്കാരായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരേ സൈഡിൽ കൂടെ വളർന്നു വരുന്നിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് വിക്ടറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, മനസ്സിലായോ. പിന്നെ അത് കഴിഞ്ഞ് വിക്ടർ ക്യാപ്റ്റനായി വിൻ ചെയ്തു. അങ്ങനെയാണ് വിക്ടർ വരുന്നത്. ഞാൻ സന്തോഷം യൂണിവേഴ്സിറ്റി കളിച്ചു. അങ്ങനെ ഞാൻ ഇവിടേക്ക് വരുന്നു പ്രീമിയർ ടൈസിലേക്ക്. രണ്ടുപേരും പ്രീമിയർ ടൈസിൽ. ഞാൻ ജൂനിയർ കളിച്ചു, അവനും ജൂനിയർ കളിച്ചു, സീനിയർ കളിച്ചു. അവൻ സീനിയറിനെക്കാട്ടും അധികം കുറച്ച് വർഷം, 2 വർഷം പിന്നെ അധികം കളിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. അപ്പം ഈവൻ കേരള സ്റ്റേറ്റ് ടീമിന്റെ കോച്ചിങ് ക്യാമ്പിൽ വരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. അവിടെ ആ കോച്ചിങ് ക്യാമ്പിലും പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ കോച്ച് ഡിസൈഡ് ചെയ്യുന്ന, കോച്ചിന് ആരുടെ വിശ്വാസം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കോച്ചിന് ചിലപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം ഉണ്ടാവും. അതിന്റെ പേരിൽ അല്ല എന്നെ അവന് കളിപ്പിച്ചില്ല. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഈ പ്രീമിയർ ടൈസിലുള്ള സമയത്ത് ഓരോ സ്ഥലത്തും കളിക്കുന്ന സമയത്ത് ആര് ഗോൾ കീപ്പർ എടുക്കണം ഞങ്ങളെ തീരുമാനിക്കുക, മനസ്സിലായോ. കോഴിക്കോട് വന്ന് ഞാൻ കളിക്കും, വിക്ടർ തൃശ്ശൂർ, അങ്ങനെ കോട്ടയം, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഈഗോ പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ നമ്മളൊക്കെ ഒരു സ്നേഹത്തിന്റെ ഒരു വില. കാരണം അന്നൊക്കെ ഞങ്ങൾക്ക് കളിക്കണം എന്നല്ല, അല്ലാണ്ട് ഇങ്ങനത്തെ എന്താണ് ക്രൂക്കഡ് വഴിയൊന്നും ഇല്ല. എങ്ങനെയും കളിക്കാൻ, നല്ല കളിക്കണം എന്നുള്ളത്. ഈ ഒളിമ്പ്യൻ റഹ്മാന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം കളിച്ചിട്ടുള്ള കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൽക്കട്ടയിലും, അതെ അല്ലേ, കൽക്കട്ട മോഹൻ ബഗാനും ഒക്കെയാണ് കളിച്ചത്, അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന് കോഴിക്കോട് നമ്മളിപ്പം പറയുമ്പം പിന്നെ പെരുമനൊക്കെ ഇപ്പം പറയും കോഴിക്കോട് ഒരു മാന്യമായ ഒരു സ്മാരകം പോലും ഇല്ല. ഈവൻ പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പേര് പോലും പറയാം, സ്റ്റേഡിയത്തിന് പോലും ആരും പേരിട്ടില്ല. അതിനൊക്കെ പിന്നിൽ ഭയങ്കര സംഭവങ്ങളുണ്ട്. കാരണം ഞാൻ 2004 VRS എടുത്തു വന്നത്. നേവിയൽ ഇഗ്നൈറ്റ് കോർപ്പറേഷനിൽ 20 വർഷം അവിടെയായിരുന്നു. ഇവിടെ വന്നപ്പം ഈ സ്റ്റേഡിയത്തിന് പേരിട്ടില്ലായിരുന്നു അന്ന്. ഇവിടെ പ്ലേയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഞാനൊക്കെ മെമ്പർ അതിനകത്ത്. ഫുട്ബോൾ പ്ലേയേഴ്സ് എക്സ് ഫുട്ബോളേഴ്സ് അസോസിയേഷനാണ്. അപ്പോൾ അതിനകത്ത് കളിക്കാർ പ്രൊട്ടസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടത്തി, മാർച്ച് നടത്തി, മെമ്മോറാണ്ടം കൊടുത്തു. ഒരു ആക്ഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈവൻ ഒരു വർഷം ഏതോ ഐ ലീഗ് എന്ന് നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കൂടി പ്ലേ കാർഡൊക്കെ പിടിച്ച് ഗ്രൗണ്ടിന്റെ സ്റ്റേഡിയത്തിന് ചുറ്റുമൊക്കെ നടന്നിട്ടുണ്ട്. റഹ്മാന്റെ പേരാണെന്ന് പറഞ്ഞിട്ട്, ഒളിമ്പ്യൻ റഹ്മാൻ. കാരണം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈവൻ അവർക്ക് ചില സ്ഥലത്തൊക്കെ ഗാലറി ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ പേരിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ക്രിക്കറ്റിനൊക്കെ ഗവാസ്കർ സ്റ്റാൻഡ്, കപിൽദേവ് സ്റ്റാൻഡ്, അതുമാതിരിയെങ്കിലും ഇടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ശ്രമിച്ചപ്പം അത് അവര് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് EMS നമ്പൂതിരിപ്പാട് നിട്ടു. പൊളിറ്റിക്കലാണ് വെറും. ഒരുപാട് സാധനങ്ങൾ അതല്ല, എന്തായാലും അദ്ദേഹം ഫുട്ബോൾ കളിച്ചില്ല. അതുകൊണ്ടൊന്നുമല്ല. എങ്കിൽ കൂടെ ഈ ഫുട്ബോളിനായിട്ട് ബന്ധപ്പെട്ട് ഒരേ ഒരു ഒളിമ്പ്യൻ ഇനി ആരും ഉണ്ടാവുന്ന കാര്യം സംശയമാണ്. ഇന്ത്യയിലെ കേരളത്തിൽ പ്രതി. അപ്പൊ ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന പ്ലെയർ അതുമാതിരി കോഴിക്കോട്ടുകാരനെ ആ പേരിട്ടില്ല എന്ന് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അതങ്ങനെ പോയി. പിന്നെ EMS ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാരണം പൊളിറ്റിസൈസ് ചെയ്തു. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നു. അതിന്റെ പേരിലാണ് ഉണ്ടായത്. അപ്പൊ എനിക്ക് എന്താ സങ്കടം വെച്ചാൽ EMS എന്ന് പേരിട്ടു, പക്ഷെ ആ മഹാനായ വ്യക്തിന്റെ പേര് നിലനിർത്തണമെങ്കിൽ ആ സ്റ്റേഡിയം നന്നാക്കണ്ടേ. ഒരു സ്മാരകം പണിത് കഴിഞ്ഞാൽ ആ സ്മാരകത്തിന് ഒരാളെ പേരിട്ട് കഴിഞ്ഞാൽ അതേ സ്മാരകം നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടെന്നൊരു ഉത്തരവാദിത്തമില്ലേ, അതാരും പഠിച്ചെടുക്കില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോഴും നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ പോരായ്മകൾ ഒരുപാട് കാണാം. ആ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഈ നമ്മളിപ്പം ഒളിമ്പ്യൻ റഹ്മാനെ പറ്റി പറയുമ്പോൾ കേട്ടിട്ടുള്ള ഇതിന് വേറൊന്നുമില്ല. അങ്ങനെ ഞങ്ങള് നാഷണൽ ഗെയിംസ് വന്നു ഇവിടെ. അത് ഭയങ്കര സംഭവമായിരുന്നു. നാഷണൽ ഗെയിംസ് വന്നപ്പം ഞാനും ഉസ്മാൻ സാർ ഉണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കോച്ച്. ഞങ്ങളുണ്ടായിരുന്നു ഇവിടുത്തെ കോഴിക്കോട്ട് ഈ ഫുട്ബോളിന്റെ ടൂർണമെന്റിന്റെ ടെക്നിക്കൽ അഡ്വൈസറായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു റൂമർ കേട്ടു, പുതിയതായിട്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന്
PK ബാനർജി, ഒളിമ്പ്യൻ PK ബാനർജി എന്ന്. കാരണം ഇത് അതിപ്പം ഒളിമ്പ്യന്റെ പേരിലല്ലേ? അതാ പറഞ്ഞത്. അപ്പൊ ഒളിമ്പ്യൻ PK ബാനർജി എന്നുള്ള പേരിടാനുള്ള പോണ സജഷൻ വന്നു അതിന്റെ മുകളിൽ, അതിന് ആ പേര്. അപ്പൊ ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം ഇത് നമ്മളെ കോഴിക്കോട്ടെ ആളെ പേരിടാണ്ട്. അങ്ങനെ ഇതിന് ഞങ്ങൾ മറ്റേ ഇവരെ നമ്മുടെ അന്നത്തെ സമയത്ത് പ്രദീപ് കുമാർ ഉണ്ടായിരുന്നു, ഡോക്ടർ മുനീർ, അവരെല്ലാവരും ഞങ്ങളെ സഹായിച്ചു, രാഘവൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ ഞങ്ങൾ മെമ്മോറാണ്ടം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരും കൊടുത്തു. അവരൊന്നും വലിയ ആക്ഷൻ ഒന്നും, നാഷണൽ ഗെയിംസിന് അത് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്ന പേരൊക്കെ അവരാണ്. ഓരോ വെന്യൂവിന് വന്നിട്ട് അവരോരോ പേര് കൊടുക്കും, പണ്ടത്തെ പേരെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ റെപ്രസെന്റേഷൻ നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അന്ന് ഇനോഗ്രേഷന് വേണ്ടി വന്നു, ചീഫ് മിനിസ്റ്റർ മറ്റേ മെഡിക്കൽ കോളേജിൽ വരുന്ന സമയത്ത് ഉസ്മാൻ സാറും ഞാനും പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഈ ഉസ്മാൻ സാറിനെ പരിചയം ഉണ്ടാവും ചിലപ്പം ഉമ്മൻചാണ്ടി സാറിന്. അപ്പൊ അതിന്റെ പേരിൽ സാർ എന്താ ചോദിച്ചു അടുത്തേക്ക് വന്നു. അപ്പൊ ഈ മെമ്പറുണ്ട്, എന്താ സംഗതി എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുമാതിരി ഈ സ്റ്റേഡിയത്തിന് PK ബാനർജി എന്ന് പേരിടാൻ വേണ്ടി പോവാണ്, അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്നതാണ്. കാരണം ഇവിടെ നമ്മളെ കോഴിക്കോട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സ്റ്റേജിൽ കയറി, ഇത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നു, ഇതിന്റെ നാമം ഒളിമ്പ്യൻ റഹ്മാൻ എന്നുള്ളത്. അപ്പൊ തന്നെ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് കോരിത്തിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങള് പേരിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബോർഡ് വെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. കാരണം ഇവര് അപ്പോഴേക്ക് നാഷണൽ ഗെയിംസ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ബോർഡ് വെക്കണ്ടേ, അതിന് നമുക്ക് അറിയണ്ടേ ഇത് ഒളിമ്പ്യൻ റഹ്മാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടി മറ്റേ പ്രിൻസിപ്പൾ എടുത്തു പോയി മെഡിക്കൽ കോളേജിൽ. അത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ്. അപ്പൊ ആ ഗ്രൗണ്ട് എടുത്തപ്പോൾ അവര് അന്നത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ ഒന്നും കിട്ടില്ല, അത് മാറ്റാൻ പറ്റില്ല, അത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് തന്നെയാണ്, പേരിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും റിവ്യൂ മീറ്റിങ്ങിന് ചീഫ് മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു, കളക്ടറേറ്റ് വെച്ച്. അങ്ങ് കളക്ടറേറ്റിൽ ഞാനും ഉസ്മാൻ സാറും കൂടിയാ പോയിട്ട് 2ാമത് റിപ്രസെന്റേഷൻ കൊടുത്ത് അവിടെ വന്ന് ഭയങ്കര ജനങ്ങൾ, അന്ന് ഒരുപാട് മറ്റേ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടായിരുന്നു, DSP, മറ്റൊരു കംപ്ലീറ്റ് ട്രാഫിക്കിന്റെ അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എഴുന്നേറ്റപ്പോൾ ഞാനും ഉസ്മാൻ സാറും കൂടി സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് വിളിച്ചു, എന്താ ആവശ്യം എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ റിപ്രസെന്റ്, എന്താ കാരണം? അല്ല സാർ ഇങ്ങനെ മറ്റേ PK ബാനർജി എന്നുള്ള പേര്, അല്ല റഹ്മാൻ, ഒളിമ്പ്യൻ റഹ്മാൻ എന്നുള്ള പേരിടാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ അതിനൊരു ഒബ്ജക്ഷൻ പറയുന്നുണ്ട് മറ്റേ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ. അങ്ങനെയാണോ? പേപ്പർ മേടിച്ചു, വായിച്ചു നോക്കിയിട്ടുണ്ടോന്ന് സംശയമാണ്. അപ്പൊ തന്നെ എഴുതിയില്ല, ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പുള്ളിക്കാരൻ്റെ PA അടുത്തുണ്ടായിരുന്നു, PA അടുത്ത് ലെറ്റർ കൊടുത്തു. വിത്തിൻ 1 വീക്ക് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടി, അവർക്കും ലെറ്റർ പോയി. അപ്പോഴേക്കും പിന്നെ കളി തുടങ്ങാനുള്ള 2-3 ദിവസമേ ഉള്ളൂ. അങ്ങനെ ഈ പ്ലേയേഴ്സ് അസോസിയേഷൻ ആൾക്കാർ, മെമ്പേഴ്സ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് വലിയൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചു. അതുകൊണ്ട് ഒളിമ്പ്യൻ റഹ്മാന്റെ പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സാറ് ആ ഒരു ആക്ഷൻ എടുത്തിരുന്നില്ലെങ്കിൽ ചിലപ്പം PK ബാനർജി ഇതില് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്മാരകങ്ങളെക്കാളും ഒക്കെ തന്നെ അതെനിക്ക് തോന്നുന്നത് സാറിനാ പറയാൻ പറ്റുക. കാരണം കേരളത്തിലെ ഫുട്ബോളേഴ്സിന് എനിക്ക് തോന്നുന്നത് ഒരു യങ് ജനറേഷൻ, ഇപ്പം നമ്മൾ പേര് പറയുന്ന ജനറേഷൻസിനൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചുള്ളതാണ് ഒളിമ്പ്യൻ റഹ്മാൻ. അതെന്തായിരുന്നു മൂപ്പര് ഒരു പെർസ്പെക്റ്റീവ്, അതിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു മൂപ്പര്? ഇതിനകത്ത് ഹാർഡ് വർക്കിംഗ്, ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമ്മള് ഈ ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷമാണ് മാക്സിമം. അവന് ഇപ്പം ഇന്ത്യൻ ക്ലൈമറ്റിക് കണ്ടീഷനും മറ്റുള്ളതെല്ലാം നോക്കുമ്പം 15 വർഷമാണ് ഒരു കളിക്കാരനെ കളിക്കാൻ പറ്റുക. ഈ 15 വർഷത്തെ കളിക്കാരനുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഈ 10 മുതൽ 15 വരെ കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വയസ്സിൽ പ്രിപ്പയർ ചെയ്താലേ ഇന്ന് കളിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് മറ്റുള്ള നമ്മുടെ കലാകാരന്മാരൊക്കെ ഇല്ലേ, ആർട്ടിസ്റ്റ്, വയലിനിസ്റ്റ്, അവർക്കൊക്കെ പിന്നെയും വീണ്ടും വർഷങ്ങൾ കിടക്കുക. ഇത് പെർഫെക്ഷൻ വരുത്താനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ ഈ ഷോർട്ട് പീരീഡിൽ ഇവർ ഇതിന്റെ ഈ ടെക്നിക്കൽ വശങ്ങൾ പ്രാപ്തരാക്കണം. അതിന് നമ്മൾ ഭയങ്കര ലാക്കിങ്ങാണ്. അതിന് അതിൻ്റെ അകത്ത് വരെ പ്രധാനപ്പെട്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറിന് വേണ്ട കാര്യങ്ങൾ 5 കാര്യങ്ങളാണ്. ഒന്ന് സ്പീഡ്, സ്കില്ല്, സ്ട്രെങ്ത്, സ്റ്റാമിന. 5ാമത്തെ ഒരു കാര്യമുണ്ട്, സെൻസ്. ജീവിതത്തിൽ പൊതുവെ വേണ്ട കാര്യം. അപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട്, ഞാനും പാട്ട് പാടും. പാട്ട് പാടാൻ പറഞ്ഞാല് നമ്മള്
ശരിക്കുള്ള പാട്ട് പാടാൻ പറ്റുമോ? എനിക്ക് ആ സെൻസ് ഉണ്ടാവണം. അതെ അതെ അതുണ്ട്. അത് എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാ കാര്യങ്ങളും ആവശ്യം. അപ്പോൾ ഈ സ്പോർട്സിനും അതേമാതിരി ഉണ്ട്. ആ സെൻസ് ഉണ്ടാവണം. അവനത് ഗ്രാസ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ആപ്റ്റിറ്റ്യൂഡോ ഇതെല്ലാം വേണം. അതില്ലാത്തടത്തോളം കാലം ഈ കളിക്കാരെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ട്രെയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു മെത്തോഡോളജി നമ്മുടെ അടുത്തില്ല. നമ്മളതിങ്ങനെ പ്രാക്ടീസ് എല്ലായിടത്തും കോച്ചിങ് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ ഓടിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു. പക്ഷേ ഔട്ട്കം എന്താണ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊരു കളി വളരെ റെയറായിട്ട് വരുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ നിന്ന് ഒരു കളിക്കാരൻ വരുന്നുണ്ടാവും. ഈ കളിക്കാരൻ ഇമ്പ്രൂവ് വേണമെങ്കിൽ ഇവൻ്റെ അതേ സ്റ്റാൻഡേർഡിലുള്ള കളിക്കാരൻ്റെ കൂടെ കളിക്കണം, അല്ലെങ്കിൽ അതിനെക്കാട്ടും മേലെയുള്ള ഒരു കളിക്കാരൻ്റെ കൂടെ കളിച്ചാലേ അവൻ്റെ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമ്മൾ ഇപ്പോൾ ഷട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷട്ടിൽ കളിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ നല്ല ഇമ്പ്രൂവ് കണ്ടു. പക്ഷെ നമ്മളെ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു ടഫ് എന്നാലേ നമ്മളെ കളി ഇമ്പ്രൂവ് ആവും. അതേമാതിരി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടെ കളിക്കാറ്, ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടിങ് ഗെയിം എന്ന് പറയാം. അപ്പം നമ്മളെ കൂടെ കളിക്കാരെ സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ കളിക്കാരനാവില്ല. അപ്പം അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഇതേമാതിരി സെൻസുകളുടെ കളിക്കാരെ കൂടെ കളിച്ചാലേ ഇമ്പ്രൂവ്മെൻറ്റുകൾ. അതാണ് നമ്മൾക്കിവിടെ ലാക്കിങ് വരുന്നത്. ഇപ്പം ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇത്രത്തോളം ക്യാമ്പുണ്ട്, പക്ഷേ എന്നിട്ടും കൂടെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പം പൊതുവേ ഈ നമ്മൾ ചെയ്യുന്ന സ്റ്റോറീസിൻ്റെ ഇടയിലായാലും എല്ലാത്തിനിടയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു നല്ല ടീമില്ല, ഇത്രയും വലിയ ജനസംഖ്യ. ഇപ്പോൾ കേപ്പ് വെർദെ ഒക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ചെറിയ രാഷ്ട്രങ്ങൾ, വളരെ ചെറിയ രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ ഒരു തകർന്നു പോയിട്ടുള്ള സമ്പദ്ഘടനയുള്ള ഒരു രാഷ്ട്രം പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന ഫുട്ബോൾ ഘടന, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ശരിക്കും ഒരു ഉത്തരം പറയാൻ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ് സേതുമാധവൻ. അത് ഞാൻ ചോദിക്കുന്നത്, അന്ന് സാറ് കളിക്കുന്ന സമയത്ത്, ഇപ്പൊ പ്രീമിയർ ടയർസിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അന്ന് ടൈറ്റാനിയം ആണെന്ന് തോന്നുന്നു നിങ്ങളൊരു വലിയ എതിരാളികൾ അല്ലേ? അതിനുശേഷം കേരള പോലീസ് വരുന്നു, ഇതൊക്കെ വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണത് ലോക്കൽ ലെവലിൽ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഒരു നാഷണൽ ടീം, ഇപ്പം സാറ് നാഷണൽ ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുണ്ട്, അപ്പം അന്ന് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ടീമുകളോട് അതിനെന്തെങ്കിലും തരത്തിലുള്ള, അതായത് നിങ്ങളുടെ പെർഫോമൻസോ പ്രതിഭയോ അല്ല അവിടെ കോമ്പീറ്റ് ചെയ്യാത്തത്, മറ്റെന്തെല്ലോ തരത്തിലുള്ള സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ ഉണ്ട്? ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്ന കാര്യമാണ് സിസ്റ്റത്തിന്റെ ഫെയിലർ തന്നെയാണ്, അല്ലാണ്ട് കളിക്കാരില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇവിടുത്തെ സിസ്റ്റത്തിന്റെ അതാണ്. നമ്മളെ ഈ പൊളിറ്റിക്കൽ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കയ്യിലാണുള്ളത് അല്ലേ? അവരതിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളെ ഫുട്ബോളിന്റെ എങ്ങനെയാ പോകുന്നുള്ളത്. കാരണം അവർക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. 5 കൊല്ലം ഭരിക്കുന്നു, അവർ കാര്യം ചെയ്ത് ഇറങ്ങിപ്പോകുന്നു, അവരോട് ചോദിക്കുന്നില്ല ആരും നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല. അല്ലെങ്കിൽ ഇവർ വന്ന കൂട്ടർ അടുത്ത ഗ്രൂപ്പ് വരുമ്പോൾ അത് തന്നെ കണ്ടിന്യൂറ്റി തുടരാണ്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. സാഫ് ഗെയിംസ് വന്നപ്പം തമിഴ്നാട്ടിൽ വന്നിട്ട് ജയലളിതയായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ. അവർ വന്നിട്ട് ഒരുപാട് സ്റ്റേഡിയം ഉണ്ടാക്കി. പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് നെഹ്റു സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കിയത്. എനിക്ക് കാരണം ഞാൻ അവിടെ ആ സമയത്ത് തമിഴ്നാട് ടീമിന്റെ കോച്ചാ. പുള്ളി ചീഫ് മിനിസ്റ്റർ രാത്രി 11 മണിക്ക് സ്പോട്ടിൽ വരിക. LNT ആയിരുന്നു അതിന്റെ ഇത് സൂപ്പർവിഷന്. അവർക്കുള്ള കണ്ടീഷൻ കൊടുത്തിരിക്കുന്ന ഇത്ര ദിവസത്തിനുള്ളിൽ പണി തീർക്കണം. അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേഡി വന്നിരുന്നത്. അവർ ആ സ്റ്റേഡിയം ഉണ്ടാക്കി, മറ്റേ ഒരുപാട് വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയം എല്ലാം ഉണ്ടാക്കി. അടുത്തത് വരുന്നത് കരുണാനിധിയാണ്. ഈ കരുണാനിധി ഈ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കില്ല. കാരണം ജയലളിത ഇതന്നെയാണ് അതിന്റെ സംഭവം. അതേമാതിരിയാണ് ഇവിടെ ഈ നടക്കുന്ന നമ്മളെ പൊളിറ്റിക്കൽ ഗവൺമെന്റ് വരുമ്പോൾ, ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പോളിസി കൊണ്ടുവന്ന അടുത്ത ഗവൺമെന്റ് അത് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അവർ മറ്റവർക്ക് ക്രെഡിറ്റ് പോകുമല്ലോ. അതിന്റെ പേരിൽ അവർ മിണ്ടാണ്ടിരിക്കും. ഇപ്പൊ നാഷണൽ ഗെയിംസ് വന്നു, ഇഷ്ടം പോലെ സ്റ്റേഡിയം ഉണ്ടാക്കി. നമ്മൾ അതിന്റെ കണ്ടീഷൻ അടുത്ത ഗവൺമെന്റ് വരുമ്പം അതിന് ഫോളോ അപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. ചിലത് ഇപ്പോൾ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സംശയം എനിക്ക്, ഈ സ്റ്റേഡിയങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥകൾ. കാരണം അതിൻ്റെ അകത്ത് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അത് ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആപത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് കിട്ടുമെന്ന് പറയില്ല. ആ ഒരു ശ്രമം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്നോ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കൂടുതലായിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അസോസിയേഷന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിക്കാരെന്നുള്ള ചിന്ത അവരെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. കളിക്കാർക്ക് വേണ്ടിയല്ല അസോസിയേഷന് വേണ്ടി കളിക്കാരുണ്ടാക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ
അവർക്ക് അതിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കാരണം മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ സിസ്റ്റം തന്നെയാണ് മെയിനായിട്ട്. കളിക്കാർ ഇഷ്ടം പോലെ കാലിബറുള്ള കളിക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന മാതിരി ഈ ഓപ്പർച്യൂണിറ്റി വേണ്ടേ. കളിക്കാരെന്ന് പറഞ്ഞാൽ ഞാനൊരു കളിച്ച് വളർന്നപ്പോൾ, ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് മാതൃഭൂമി ട്രോഫി കളിച്ചു, അതിന് ജൂനിയർ ഡിസ്ട്രിക്ട് കളിച്ചു, അല്ലെങ്കിൽ സീനിയർ ഡിസ്ട്രിക്ട് കളിച്ചു, പ്രീമിയർ ടൈസ് ജോയിൻ ചെയ്തു, പിന്നെ ഫ്രീ നമുക്ക് ജോബ് സെക്യൂരിറ്റി വന്നു. അപ്പം നമുക്ക് ഒന്നുകൂടി അതിനകത്ത് ഇൻവോൾവ്മെന്റ് വന്നു. അങ്ങനെ കളിച്ച് നമ്മൾ ഈ ലെവലിലെത്തി. ഇപ്പോഴത്തെ ജനറേഷൻ അത് പറ്റുന്നില്ല. ഇപ്പൊ കളിച്ചു, സബ് ജൂനിയർ കളിക്കുന്നു, മറ്റേ കളിക്കുന്നു, ഇനി എന്താ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എവിടെയാണ് നമ്മൾ ലൈഫ് എങ്ങനെയാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പ്രൊഫഷണൽ കളിക്കാരനാവണം. ആ പ്രൊഫഷണൽ കളിക്കാരനെങ്കിൽ ആ ലെവലെത്തിയാലേ പ്രൊഫഷണൽ കളിക്കാരനാവുള്ളൂ. പിന്നെ അതല്ല, അങ്ങനെ ഒരു ചെറിയ സേർട്ടൺ ലെവലിലൊരു ചെറിയ പ്രൊഫഷണലായി കളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 കൊല്ലം 3 കൊല്ലം, പിന്നെ അവനെ ആരും മൈൻഡ് ചെയ്യില്ല. അത് അങ്ങനത്തെ ഉള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ അന്നത്തെ കാലത്തുള്ള ടൂർണമെന്റിലേക്ക് ഈ ബംഗാള്, ബോംബെ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഫേംസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് റിക്രൂട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും. കാരണം ബോംബെയിൽ എത്ര ബാങ്കുകൾക്ക് ടീമുണ്ട്. പിന്നെ അതല്ല ഇപ്പം ഒന്നുമില്ല, ഒരു ടീമും ഇല്ല അവിടെ. ബോംബെയിലൊക്കെ റോവേഴ്സ് കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായി, ഞങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹിച്ച കാലം. ആ ഗ്രൗണ്ടിൽ പോയി കളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ സങ്കടം വന്നത്. കാരണം ഞങ്ങളൊക്കെ പേപ്പറിൽ കൂടി അറിഞ്ഞിട്ടുള്ളൂ ബോംബെ റോവേഴ്സ് കപ്പ് അന്നത്തെ ടാറ്റ വിൻ ചെയ്ത്, മഹേന്ദ്ര വിൻ ചെയ്യുന്ന സമയത്ത് ആ ഗ്രൗണ്ട് പറ്റി ഞങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഗ്രൗണ്ടിൽ കളിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്, ശരിക്കും സാധാരണ ഗാലറി, ഒരു ചെറിയ ഗ്രൗണ്ടും, അതാണ് അവിടുത്തെ വലിയ ഗ്രൗണ്ട്. അവിടെയാണ് ഈ വലിയ ഫേമസ് ആയ കളിക്കാർ വന്ന് കളിക്കുന്നത്. അതിനെന്താണ് ഡീഗോ പ്രോഗ്രാം, വാഗ്ഡേ സ്റ്റേഡിയം അല്ലേ, വാഗ്ഡേ ക്രിക്കറ്റ് സ്റ്റേഡിയം. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇവർ ഈ ഗ്രൗണ്ട് ഇതാക്കാൻ വേണ്ടി പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ സ്റ്റേഡിയം ശരിയായി തരാം, ക്രിക്കറ്റിന്റെ മാതിരി തന്നെ അതേമാതിരി വലിയ, പക്ഷേ അയാളെ പേര് വേണം, വാങ്കഡേന്റെ പേര് വേണം. അത് സമ്മതിച്ചില്ല. അതൊരു കൂട്ടരുടെ കയ്യിലായിരുന്നു, കാരണം അവരെ കൈ കൺട്രോൾ പോകുന്നുള്ള. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ പുറത്തുപോയി കളിക്കുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഹോങ്കോങ്ങിനോടോ മറ്റോ ഒന്നും കളിക്കുന്ന പോലെ അല്ലല്ലോ. അത് നിങ്ങൾ വലിയ ടീമുകളായിട്ട് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമ്മർദ്ദമുണ്ട്. ആ സമയത്ത് ഞാൻ 2 രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, കളിക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിച്ച സമ്മർദ്ദം, അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത്? ഇവര് പിന്നെ സന്തോഷ് ട്രോഫി നടക്കുന്നു. അന്നത്തെ കാലത്ത് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ലാഭം ഉണ്ടാക്കുന്നു. ഈ ലാഭം തിരിച്ച് കളിക്കാരിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കളിക്കാരെ വളർത്തിയെടുക്കാനോ ഉള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. 2017 നമ്മളിവിടെ വേൾഡ് കപ്പ് നടത്തി, അണ്ടർ 17. മനസ്സിലായോ? അതിന്റെ പ്രോസസ്സ് തുടങ്ങിയത് 2000-ലാണ്. 2005-10 എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് 2017 കളിക്കാരന് കളിക്കാൻ പറ്റില്ല, കാരണം ഏജ് വാറാവും. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുവരെയുള്ള കളിക്കാരെ ഇട്ടിട്ട് വെറുതെ വാട്ടി അവിടെ കൊണ്ട് കളിപ്പിച്ചു. 2017 വരുമ്പോഴേക്കും കളിക്കാരില്ല. ഇന്ത്യ ഫസ്റ്റ് ഏതോ കളി ഡ്രോ ആയി, അത് മാത്രമാണ്. അതിനകത്ത് കളിച്ച കളിക്കാരാണ് ഇപ്പം ഈ എന്താണ് ബെല്ലിംഗാം, ബോർഡർ, അങ്ങനത്തെ ഒരുപാട് കളിക്കാർ, ഇഷ്ടം പോലെ കളിക്കാർ കളിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതല്ല ടൈം ആൻഡ് സ്പേസ്, അതും വളരെ ഇമ്പോർട്ടൻ്റാ. ടൈം ആൻഡ് വിചാരിച്ച് ടൈമില്ല, സ്പേസും ഇല്ല. അതും അണ്ടർ പ്രഷറിലാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത്. മനസ്സിലായോ? മറ്റേ വേറെല്ലാ കളിമാരൊന്നുമല്ല. ഈ ഫുട്ബോൾ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ഡിസിഷൻ മേക്കിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് അണ്ടർ പ്രഷർ. ഇപ്പൊ പെനാൽറ്റി ഒന്ന് കളിച്ച് നോക്കും. മെസ്സി വന്നിട്ട് പെനാൽറ്റിക്ക് കിട്ടുന്നു, ഒരു പ്രഷറും ഇല്ല. പ്രഷർ ഉണ്ട്, ഇങ്ങനെയാണ് ഗോൾ അടിക്കണം എന്നുള്ള പ്രഷർ, പിന്നെ അവരെ സപ്പോർട്ടേഴ്സിന്റെ പ്രഷർ. അല്ലാണ്ട് ഫ്രീ ആണ്, ഗോൾ കീപ്പറും പോസ്റ്റിൽ വെക്കുന്നു, എന്നിട്ട് മെസ്സി അടിച്ചിട്ട് ഔട്ടാക്കുന്നു. ഇല്ലേ? അതേ മെസ്സി വളരെ ആ പ്രഷറിന്റെ ഇടയിൽ പോയി ഗോൾ അടിക്കുന്നു. അത് വ്യത്യാസങ്ങളില്ലേ?